ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും സംശയം ചോദിച്ച അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് ഫേസ് ക്രീം എന്ന് പറയുന്ന ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ സംശയവും മാറുന്നതാണ്. ഈ ഒരു ക്രീം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റും ഈ ഒരു ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. യൂത്ത് ഫേസ് ക്രീം നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ്. അതും ഒരാഴ്ച കൊണ്ട് 7 അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വെളുക്കാൻ സഹായിക്കും. ഇനി ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഈ ഒരു ക്രീം നമ്മൾ രാത്രിയിലാണ് മുഖത്തിടേണ്ടത്. മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ മുഖം വിയർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുമ്പോൾ ഫാനിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക. പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് SPF 50+ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്ന വേളയിൽ ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്ന കാലയളവിൽ ഒരു കാരണവശാലും നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റും നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ല. അതിപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും ഒന്നും നാച്ചുറലായിട്ടുള്ളതൊന്നും ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ മേക്കപ്പ് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന്. അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. മേക്കപ്പ് ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ SPF 50+ ആയിട്ടുള്ള സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം. ചില ആൾക്കാർ പുറത്ത് പോകുമ്പോൾ മാത്രമേ സൺസ്ക്രീൻ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയല്ല. ഈ ഒരു ക്രീം രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം SPF 50+ ആയിട്ടുള്ള സൺസ്ക്രീനും അപ്ലൈ ചെയ്തിരിക്കണം. അത് എല്ലാ ദിവസവും ചെയ്തിരിക്കണം. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. അല്ലാതെ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല സൺസ്ക്രീൻ ഇടേണ്ടത്. വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലും സൺസ്ക്രീൻ ഇടാനായിട്ട് മറക്കാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ സ്ക്രബ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഫേസിൽ. ചില ആൾക്കാരൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്യാറുണ്ട് മുഖത്ത്. അത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്ന കാലയളവിൽ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. കാരണം നമ്മുടെ സ്കിന്ന് അത്രയധികം സെൻസിറ്റീവായിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സ്ക്രബ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരും ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രീമിൻ്റെ ഒറിജിനൽ തന്നെ വാങ്ങി ഉപയോഗിക്കുക. പല ആൾക്കാരും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അതുപോലെ മീഷോയിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് ഉപയോഗിച്ചാൽ ഡബിൾ ഇരട്ടി സൈഡ് എഫക്റ്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇവരുടെ ഓൺ ഷോപ്പിൽ നിന്ന് തന്നെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ഓൺലൈനിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കരുത്. യൂത്ത് ഫേസ് ക്രീമിൻ്റെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ക്രീമുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും ഈ ഒരു ക്രീം ഉപയോഗിക്കാതിരിക്കുക. ആദ്യം ഈ ഒരു ക്രീം മുഖത്ത് ഉപയോഗിക്കാതെ ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ നീറ്റലോ പൊള്ളലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കരുത്. സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ഒരു വൈറ്റനിങ് ക്രീം പെർമനൻ്റ് ആണോ എന്ന്. ഒരിക്കലും ഒരു വൈറ്റനിങ് ക്രീമും പെർമനൻ്റ് അല്ല. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ക്രീം സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗം നിർത്തുന്നത്, അതിനുശേഷം ഒരാഴ്ച കൂടി നമ്മൾക്ക് ആ ഒരു നിറം നമ്മുടെ മുഖത്തുണ്ടാകും. അതിനുശേഷം പതിയെ പതിയെ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് മങ്ങിത്തുടങ്ങും. ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് വൈറ്റനിങ് ക്രീം അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമ്മളെപ്പോഴും
ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ചില ആൾക്കാർക്ക് ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. ആദ്യം നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതല്ല എങ്കിൽ ചില ആൾക്കാരുടെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കാം. ആ ഒരു പ്രോഡക്റ്റ് ഒറിജിനൽ ആണെങ്കിൽ കൂടിപ്പോയ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. ഇനി ഈ ഒരു ക്രീം എങ്ങനെയാണ് ഉപയോഗിച്ച് നിർത്തേണ്ടത് എന്ന് പറയാം. പെട്ടെന്ന് ഒരു കാരണവശാലും ഈ ഒരു ക്രീം നിർത്താൻ പാടില്ല. പതിയെ പതിയെ വേണം ഈ ഒരു ക്രീമിൻ്റെ ഉപയോഗം നിർത്തുവാനായിട്ട്. അതിനായിട്ട് ആദ്യം നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നരാടം ഉപയോഗിക്കുക. പിന്നെ അത് 2 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുക. അങ്ങനെ പതിയെ പതിയെ വേണം ഈ ഒരു ക്രീമിൻ്റെ ഉപയോഗം നിർത്താനായിട്ട്. ഒരിക്കലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ ചില ആൾക്കാർക്ക് ചില സ്കിൻ അലർജീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി യൂത്ത് ഫേസ് ക്രീമിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. യൂത്ത് ഫേസ് ക്രീമിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ട് പല ആൾക്കാർക്കും പല തരത്തിലുള്ള സ്കിൻ അലർജീസ് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ക്രീം ഉപയോഗിക്കും തോറും നമ്മുടെ സ്കിന്ന് വളരെയധികം സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചൂട് പോലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. ചിലരിൽ ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് പീലായി വരുന്നത് പോലെയും കാണാറുണ്ട്. ചിലവർക്ക് വെള്ളപ്പാണ്ട് പോലെ മുഖത്ത് വരാറുണ്ട്. ചില ആൾക്കാർക്ക് സ്കിന്നിൽ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മുഖത്തൊക്കെ ഒരുമാതിരി ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ വരാറുണ്ട്. എല്ലാ സ്കിൻ വൈറ്റനിങ് ക്രീമിലും സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 7 ദിവസം 8 ദിവസം കൊണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് വെളുക്കുന്നത്. ഈ ഒരു ക്രീം ഉപയോഗിച്ച് പല ആൾക്കാർക്കും പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സൈഡ് എഫക്റ്റ് അല്ല വരുന്നത്. പലർക്കും പലതരത്തിലുള്ള സൈഡ് എഫക്റ്റാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ സ്വന്തം റിസ്കിൽ മാത്രം വാങ്ങി ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ടുള്ള 100-ൽ 95% ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൈഡ് എഫക്റ്റ് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഉദാഹരണം എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ യൂത്ത് ഫേസ് ക്രീമിൻ്റെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ്സ് നോക്കിയാൽ മതിയാകും. ഈ ഒരു ക്രീം ഉപയോഗിച്ച് സൈഡ് എഫക്റ്റ് വരാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട്. ഓരോ വ്യക്തികളുടെയും സ്കിൻ ടൈപ്പ് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് മഴ കൊണ്ടാൽ മഴയത്തിറങ്ങിയാൽ പെട്ടെന്ന് പനി പിടിക്കും. ചില ആൾക്കാർക്ക് പനി പിടിക്കില്ല. അത് ഓരോ വ്യക്തികളുടെയും ഇമ്മ്യൂണിറ്റി പവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള ക്രീമുകൾ ഉപയോഗിക്കുമ്പോഴും ചില ആൾക്കാർക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാറില്ല. എന്നാൽ മറ്റു ചിലർക്ക് പെട്ടെന്ന് തന്നെ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാറുമുണ്ട്. ഇതുപോലുള്ള വൈറ്റനിങ് ക്രീമുകളുടെ പുറകെ പോകുമ്പോൾ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഫേസ് പാക്കുകൾ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിസൾട്ട് കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുമെങ്കിലും ഒരു പേടിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള ഫേസ് പാക്കുകൾ. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതുപോലെയുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിക്കുന്നവർ സ്വന്തം റിസ്കിൽ മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും യൂത്ത് ഫേസ് ക്രീമിനെ കുറിച്ചുള്ള സംശയങ്ങൾ മാറി എന്ന് വിചാരിക്കുന്നു. മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു ക്രീം ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.